നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി ഗുരുതരമായ ആരോപണം. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംഭവം കൂടുതൽ ചർച്ചയാക്കുന്നു. 2014 ഇന്ത്യ എവിടെയായിരുന്നോ അവിടെയാണിന്ന് കേരളം നിൽക്കുന്നതെന്ന വിമർശനവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കേരളം പങ്കാളിയാകാതെ മുഖം തിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. 3 പീടിക സ്വദേശിയായ കാക്കശ്ശേരി വീട്ടിൽ റനീസിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി ഗുരുതരമായ ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംഭവം കൂടുതൽ ചർച്ചയാക്കുന്നു. 3 സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് ഭക്തരെ തടഞ്ഞുവെച്ച് തട്ടിക്കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരെ മർദ്ദിച്ചതായി ആരോപണം. മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ വിവാഹ മണ്ഡപത്തിനടുത്ത് 3 സെക്യൂരിറ്റിക്കാർ ചേർന്നാണ് ഭക്തരെ തടഞ്ഞുവെച്ച് തട്ടിക്കയറി മർദ്ദിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാർ ഒരു ഭക്തന്റെ കൈ രണ്ടും പുറകിലേക്ക് പിടിച്ചു വച്ചിരിക്കുന്നതും മറ്റൊരു ഭക്തനെ ഷർട്ടിൽ പിടിച്ചു വലിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്. ക്യൂ നിൽക്കുന്നത് ചോദിക്കാൻ ചെന്ന ഭക്തർക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ക്രൂരമർദ്ദനം എന്ന അടിക്കുറിപ്പോടെയാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ദേവസ്വത്തിനോ പോലീസിനോ ഇതുവരെ ഭക്തരുടെ പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ ഭക്തർ മർദ്ദിച്ചെന്നാരോപിച്ച് സെക്യൂരിറ്റി ജീവനക്കാർ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. തന്ത്രി കുടുംബാംഗം രാഹുൽ പരമേശ്വരൻ ഭദ്രദീപം കൊളുത്തി. തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. ഒരു ഉണ്ണി ദിവസേന ഉച്ചയ്ക്ക് ആ കുടുംബത്തിലുള്ള ചോറും സാമ്പാറും കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ക്ഷേത്രക്കാർ കുറേ ദിവസം നോക്കി ഇവനെ കാണാനില്ല. അപ്പോൾ രാമാനുജൻ ഒന്ന് ചോദിച്ചു, അയാൾ വരുന്നുണ്ടോ? ഇല്ല, അയാളെ കണ്ട് 1 മാസമായി വന്നിട്ടില്ല. അതെയോ? ഇയാൾ നേരെ വേഗം രാമന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ബ്രാഹ്മണനോട് ചോദിച്ചു, വിഷ്ണുസഹസ്രം ജപിക്കുന്നുണ്ടോ? അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ദിവസേന വിഷ്ണുസഹസ്രം പാരായണം ചെയ്തത് കൊണ്ട് എനിക്ക് ഇപ്പോൾ ആഹാരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരു ഉണ്ണി ദിവസേന എനിക്ക് ആഹാരം കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ വിഷ്ണുസഹസ്രനാമത്തിന് അത്രയും പ്രാധാന്യമാണ്. ദിവസേന പാരായണം ചെയ്യും. നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ, ഒരു സ്പെഷ്യൽ എനർജി മാത്രമല്ല, നിങ്ങളുടെ സുഖ സൗകര്യങ്ങളെ ആ ഭഗവാൻ നോക്കിക്കൊള്ളും. KR അനന്തൻ നാരായണൻ സ്വാമിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് ആറേലി, സെക്രട്ടറി ഷീല ദിനേശൻ, സമിതി വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കണ്ണാടിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. 1ാം ദിവസം സുദശൗനക സംവാദം, വ്യാസനാരദ സംവാദം, ചതുശ്ലോകി ഭാഗവതം, വിദൂരോദ്ധവ സംവാദം, വിദൂര മൈത്രേയ സംവാദം, സൃഷ്ടി പ്രകരണം, വരാഹാവതാരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. മാള കുഴിക്കാട്ശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിദേത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂൺ 8 നടക്കുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ജനറൽ കൗൺസിലർ സിസ്റ്റർ ആൻസി ആൻഡോ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോൺ കവലക്കാട് സന്ദേശം നൽകി. മെയ് 21 മുതൽ 25 വരെയാണ് ഫാദർ ഡൊമിനിക് വളമനാൽ നേതൃത്വം നൽകുന്ന കൺവെൻഷൻ നടക്കുന്നത്. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുക. മെയ് 29 തിരുനാളിനൊരുക്കമായി ദീപശിഖ പ്രയാണം, മെയ് 30 പദയാത്രയും കൊടികയറ്റവും, തുടർന്ന് നവനാൾ ദിനങ്ങൾക്കു ശേഷം ജൂൺ 8 പ്രധാന തിരുനാളും ജൂൺ 15 8ാം ഇടവും നടക്കും. അപ്പോൾ മറിയം ത്രേസ്യ നമ്മുടെ യാത്ര പറഞ്ഞിട്ട് 100 വർഷം പൂർത്തിയാകാൻ പോകുന്നു. അപ്പോൾ ആ ഒരു വർഷത്തിൽ പ്രത്യേകമായ വിധത്തിൽ നമ്മൾ ഒരുങ്ങി തിരുനാൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
അത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, അതുപോലെ തന്നെ ആത്മീയമായ നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെയ് 21 മുതൽ 25 വരെ നടക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ. 2014 ഇന്ത്യ എവിടെയായിരുന്നു, അവിടെയാണിന്ന് കേരളം നിൽക്കുന്നതെന്ന വിമർശനവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാതെ സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം വരുമ്പോൾ വികസിത കേരളവും വേണം. മറ്റു സംസ്ഥാനങ്ങളിൽ വ്യവസായവും തൊഴിലും വരുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇവ വരുന്നില്ലെന്ന് ചിന്തിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2014 നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതത്തിന്റെ ഓരോരോ ഇഷ്യൂസും നഷ്ടമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2014 എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഏറ്റവും ഹയസ്റ്റ് ജോബ്ലെസ്നെസ്, ഏറ്റവും ഹയസ്റ്റ് ഇൻഫ്ലേഷൻ. ലോകത്തിന്റെ വേറെ കൺട്രീസ് ഇന്ത്യനെ പറ്റി അന്ന് 2014 ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ദുർബലമായ 5ാമത്തെ നമ്പറിലൊരു രാഷ്ട്രമായിട്ട് അവർ കാണുന്നു. ടെററിസം 26/11 അറ്റാക്ക് വരുമ്പോൾ ഇന്ത്യ, നമ്മുടെ നാട് ഇന്ത്യ ദുർബലമായ ഒരു സ്ഥിതിയിൽ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ജനങ്ങളൊരു മാൻഡേറ്റ് കൊടുത്തു, ഇന്ത്യയിൽ മാറ്റം വരണം, ഈ ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട. ആശാ വർക്കർമാർക്ക് പണം നൽകാതെയും കടൽ ഭിത്തി കെട്ടി നൽകാതെയും ഇരിക്കുന്നവരാണ് 9 വർഷത്തെ ആഘോഷത്തിന് 100 കോടി ചെലവാക്കുന്നത്. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ BJPക്ക് സാധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെയാണ് BJPയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S സുരേഷ്, KP ജോർജ്, സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട എന്നിവർ സംസാരിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ഷാജുമോൻ വട്ടേക്കാട്ട്, അനൂപ് ആന്റണി, ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, സന്തോഷ് ചെറാക്കുളം എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. കിഴുത്താണി സ്വദേശിയിൽ നിന്ന് തുക വാങ്ങി തട്ടിപ്പ് നടത്തിയ തൃശൂർ 3 പീടിക സ്വദേശിയായ കാക്കശ്ശേരി വീട്ടിൽ റെനീസിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗ് നടത്തിച്ച് പല തവണകളായിട്ടാണ് പരാതിക്കാരൻ പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചത്. ഈ പണത്തിൽ ഉൾപ്പെട്ട 22,20,000 രൂപ റെനീസിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി. ഈ തുക പിൻവലിച്ച് പ്രതികൾക്ക് നൽകി 15,000 രൂപ കമ്മീഷനായി കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഏജന്റായി പ്രവർത്തിച്ചതിനാണ് റെനീസിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ റെനീസിനെ റിമാൻഡ് ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സരിത തിലകൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ രാധാ വിശ്വംഭരൻ, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി ഗുരുതരമായ ആരോപണം. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംഭവം കൂടുതൽ ചർച്ചയാക്കുന്നു. 2014 ഇന്ത്യ എവിടെയായിരുന്നോ അവിടെയാണിന്ന് കേരളം നിൽക്കുന്നതെന്ന വിമർശനവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കേരളം പങ്കാളിയാകാതെ മുഖം തിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ.
ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. 3 പീടിക സ്വദേശിയായ കാക്കശ്ശേരി വീട്ടിൽ റനീസിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.